നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ട്യൂഷൻ സെന്റർ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിലെ എക്സസൈസസ് ആണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എക്സസൈസ് 1.3 പ്രോബ്ലംസും അതിലെ കോൺസെപ്റ്റ്സും ആണ്. അപ്പോൾ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറാഷണൽ നമ്പർ, ഇഫ് യു റെപ്രസെന്റ് ഇറാഷണൽ നമ്പർ വിത്ത് ലെറ്റർ S is supposed to be irrational. S irrational ആവണമെങ്കിൽ it cannot be written in the form of P by Q where Q not equal to 0 and P and Q are integers. ഈ ഫോമിൽ ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ഫോമിൽ P by Q ഫോമിൽ എഴുതാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഓഫ് നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ √2, √3, √15, പൈ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ 0 പോയിന്റ്, ഇപ്പോൾ ഡെസിമൽ ഫോം ആണെങ്കിൽ നോക്കൂ, ഇങ്ങനെ റിപ്പീറ്റിംഗ്. ഇത് ഈ നമ്പറിന് എന്താ, ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്താ പ്രത്യേകത? ഇത് റിപ്പീറ്റിംഗ് ആണ്, സോറി നോൺ ടെർമിനേറ്റിംഗ് ആണ് അല്ലെ, ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതുപോലെ നോൺ റെക്കറിംഗ് ആണ്. ഓക്കെ, നമ്പേഴ്സ് റെക്കർ ചെയ്യുന്നില്ല, ഒരു പാറ്റേണിൽ റെക്കർ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ഒരു തിയറമാണ്. ഇഫ് P is a prime number, P ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ, ഓക്കെ, P is a prime number, P ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ, then if P divides a square, P a square വെച്ചിട്ട് ഡിവിസിബിൾ ആണ് എങ്കിൽ then P divides a. അപ്പോൾ P a square വെച്ചിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ P a വെച്ചിട്ടും ഡിവിസിബിൾ ആവും. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ P equal to 3 and a equal to 9 ആണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ, അപ്പോൾ ഈ P 3 എന്ന് പറയുന്നത് 3 can be divided by 9 square അല്ലേ, 3 9 square വെച്ചിട്ട് ഡിവിസിബിൾ ആണ്, then 3 can be divided by 9 also. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ എക്സസൈസ് തുടങ്ങാം. എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻസ്. 1.3 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് prove that √5 is irrational. √5, അതായത് 1.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ്, we assume that √5 is rational. We assume the contrary, that √5 is rational. So let us assume that √5 is rational. ഇനി റാഷണൽ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? റാഷണൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം a by b. ഓക്കെ, സോ √5 റാഷണൽ നമ്പർ ആണെങ്കിൽ ഇതിന് നമുക്ക് a by b ഫോമിൽ എഴുതാൻ പറ്റും, where b not equal to 0 and a and b are co-prime. എന്താണ് co-prime എന്ന് പറഞ്ഞാൽ? co-prime എന്ന് പറഞ്ഞാൽ എയിനും ബിയിനും 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും പാടില്ല. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും പാടില്ല. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3/4 നോക്കൂ, 1 അല്ലാതെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല അല്ലേ. 2/3 1 അല്ലാതെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. സോ ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ ഈ ബിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ b √5 ഈക്വൽ ടു a എന്ന് എഴുതാം അല്ലേ. നൗ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എഴുതാം. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5b² ഈക്വൽ ടു a² എന്ന് കിട്ടും അല്ലേ. 5b² ഈക്വൽ ടു a². അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? a² ഈസ് ഡിവിസിബിൾ ബൈ 5 അല്ലേ. 5നെ പുറത്തേക്ക് മാറ്റിയാൽ a² ഈസ് ഡിവിസിബിൾ ബൈ 5. സോ 5 is a prime number. This prime number is divisible by a square.
And we know the theorem that if P is a prime number and if P divides A square, then P divides A. Our theorem anusarichittu 5 is a prime number, 5 divides A square, then namakku endu ezhudam? Then A is also divisible by 5. A is also divisible by 5. Okay, that means 5 is a factor of A. Okay, 5 is a factor of A എന്ന് എഴുതാം. That means 5 is a factor of A എന്ന് എഴുതാം. Okay, 5 factor of A ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് A equal to 5C എന്ന് എഴുതാമല്ലോ. where C equal to some integer. അതായത് നമ്മൾ ഒരു നമ്പർ 5 is a factor of A എന്ന് എഴുതി. അപ്പോൾ A equal to 5 into some number എന്ന് എഴുതാമല്ലോ. അതും ഫാക്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് A equal to 5C എന്ന് എഴുതി. ഓക്കെ, then substitute the value of A from equation number 1. equation number 1 നിന്ന് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എന്താണ്? 5 റൂട്ട് B റൂട്ട് 5 ആണ്. ഓക്കെ, so B root 5 equal to 5C. Okay, now again squaring on both sides. Squaring on both sides. രണ്ട് സൈഡ്സും സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5B square equal to 5C the whole square എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? B square equal to 5 square C square divided by 5 എന്ന് എഴുതാം. ഒരു 5ഉം ഒരു 5ഉം ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ B square equal to 5C square എന്ന് കിട്ടി. ഓക്കെ, B square equal to 5C square. ഇനി നോക്കിക്കേ, അപ്പോൾ B square equal to 5C square എന്ന് പറഞ്ഞാൽ C square എന്ന് പറയുന്നത് എന്താണ്? B square divided by 5 ആണ് അല്ലേ. അപ്പോൾ നോക്കൂ അപ്പം 5, so 5 divides B square. Again coming back to our theorem, 5 is a prime number, and when a prime number divides B square, then 5 divides B. That means 5 is a factor of B. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ 5 is a factor of A എന്ന് കാണിച്ചു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 5 is a factor of B എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് എയുടെയും ബിയുടെയും മറ്റൊരു കോമൺ ഫാക്ടർ ആണ് 5 അല്ലേ. എയുടെയും ബിയുടെയും ഒരു കോമൺ ഫാക്ടർ ആണ് 5 എന്ന് കിട്ടി. വിച്ച് മീൻസ് ദാറ്റ് എ ആൻഡ് ബി ആർ നോട്ട് കോപ്രൈം. കോപ്രൈം ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എനും ബിനും കോമൺ ആയിട്ട് 1 അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നും പാടില്ല അല്ലേ. ബട്ട് നമുക്ക് എന്ത് കിട്ടി? വേറൊരു ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി. ദാറ്റ് മീൻസ് our assumption is wrong. A and B are not coprime. A യും B യും coprime അല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? A and B have at least one common factor 5. So this contradicts the fact that root 5 is irrational. This contradicts the fact that അപ്പോൾ എന്താണ് എഴുതേണ്ടത്? A and B have at least one common factor 5. So A and B are not coprime, which contradicts our assumption that root 5 is rational. Therefore, root 5 is irrational. Okay, അപ്പം അതാണ് എഴുതേണ്ടത്. Okay, ഇനി going back to the next question. അടുത്ത question എന്താണെന്ന് നോക്കൂ. Our second question is prove that 3 plus 2 root 5 is irrational. Okay, 3 plus 2 root 5 irrational ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പം ഇത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനും നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓക്കെ, let us assume the contrary that
3 plus 2 root 5 is rational. Okay. ഇനി എന്ത് ചെയ്യാം? Rational ആണെങ്കിൽ 3 plus 2 root 5 can be represented in the form of A and B, where B not equal to 0 and A and B are co-prime. Okay. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ നമുക്ക് 2 root 5 is equal to A by B minus 3 എന്ന് എഴുതാം. അതായത് ഈ 3നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ -3 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് √5നെ എങ്ങനെ എഴുതാം? √5 ഈക്വൽ ടു ഹാഫ് ഓഫ് A by B minus 3 എന്ന് എഴുതാം. ഓക്കെ. ഇനി നോക്കിക്കേ, A by B ഒരു റാഷണൽ നമ്പർ ആണ്. നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു റാഷണൽ നമ്പർ -3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? ഇതും ഇൻറ്റിജർ ആയിരിക്കും. എയും ബിയും ഇൻറ്റിജർ ആണ്. അപ്പോൾ ഈ ഒരു ഇൻറ്റിജറിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്തു വേറൊരു നമ്പർ ഡിവൈഡ് ചെയ്താൽ ഇതും ഇൻറ്റിജർ ആയിരിക്കും. ബട്ട് സീ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, √5. √5, we know that √5 is a prime number and root of that is an irrational number. So നമുക്ക് എന്താണ്? RHS ൽ നമുക്കൊരു irrational number ആണ്. √5 is irrational. We know that, right? അത് രണ്ടാമത് √5 rational ആണെന്നൊന്നും പ്രൂവ് ചെയ്യാൻ പോവണ്ട. √5 is irrational because 5 is a prime number and root of a prime number is irrational number. Okay. അല്ലെങ്കിൽ എഴുതാം √5 cannot be represented in the form of P by Q where Q not equal to 0. Okay. Because നമ്മൾ √5 അല്ല അസ്യൂം ചെയ്തേക്കുന്നത്. ഇത് മൊത്തത്തിലാണ് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തേക്കുന്നത്. സോ √5 is irrational. So therefore RHS not equal to LHS. Okay, which means that our assumption is wrong and 3 plus 2 √5 is irrational number. Hence proved. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്നും കൂടെ പറഞ്ഞു തരാം. 3 plus 2 √5 ഇത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത്? ഇത് ആദ്യം റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തു. ഈ 3നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ബാലൻസ് ഇവിടെയുള്ളത് 2 √5. 2നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. നമുക്കറിയാം എയും ബിയും ഇൻഡിജേഴ്സ് ആണ്. ഒരു ഇൻഡിജറിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്ത് വേറൊരു നമ്പർ ഡിവൈഡ് ചെയ്താലും ഈ പോർഷൻ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പോർഷൻ നമുക്ക് ഒരു ഇൻഡിജർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്കറിയാം ഇറ്റ് ഈസ് ഇറാഷണൽ നമ്പർ ബിക്കോസ് root of a prime number is irrational. Otherwise we can write √5 cannot be written in the form of P by Q where Q not equal to 0. So it is irrational number. So LHS ൽ ഒരു irrational നമ്പറും RHS ൽ ഒരു rational നമ്പറും ആണ് കിട്ടിയത്. ഓക്കെ. സോ നമുക്ക് എന്ത് എഴുതാം? our assumption is wrong. ഇത് LHS, ഇത് RHS. ഓക്കെ. our assumption is wrong. 3 plus 2 √5 is irrational. Okay. So ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ക്ലാസ്സിലിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.